പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയെന്നുള്ള വിവരം കൂടി വരികയാണ്. ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയതോടെയാണ് വെള്ളം പുറത്തേക്കൊഴുകുന്നത്. അലനല്ലൂരിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണിട്ടുണ്ട്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നു. കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മണ്ണാർക്കാടുള്ള കാഞ്ഞിരപ്പുഴ ഡാം. ഇക്ബാൽ അറക്കലാണ് ചെല്ലുന്നത്. ഇക്ബാൽ, പാലക്കാട്ടെ നിലവിലെ പൊതുവായ ഒരു സാഹചര്യം എന്താണ്? വിനീത, ഇന്ന് പുലർച്ചെ മുതൽ പാലക്കാട് ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു തുടങ്ങിയതാണ്. ഇപ്പോഴും മഴ മലയോര മേഖലയിൽ ശക്തമായി തന്നെ തുടരുന്നു. ഇതിനെ തുടർന്ന് മംഗലം ഡാമിൻ്റെ ഷട്ടറുകൾ 6 ഷട്ടറുകളും ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത്. ഡാമിൻ്റെ 3 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഭരണശേഷി എന്ന് പറയുന്നത് 97.5 മീറ്ററാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ 95.37 മീറ്റർ ആയപ്പോഴേക്കും ഈ ഡാം തുറക്കേണ്ട സ്ഥിതി വന്നു എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഡാമിന്റെ 3 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഡാമിന്റെ താഴ്ഭാഗത്തെല്ലാം താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ പാലക്കാട് അലനല്ലൂരും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തുമെല്ലാം കനത്ത മഴയിൽ വീടുകൾ തകർന്ന് വീഴുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം അനങ്ങനടി നന്മാനഗർ താലപ്പൊലി പള്ളിയാലിലാണ് സുധാ തങ്കത്തിന്റെ വീട് തകർന്നു വീണത്. അലനല്ലൂരിൽ കാട്ടുകുളം അത്താണിപ്പടിയിൽ നാലകത്ത് അലിയുടെ വീടിന്റെ ഭിത്തിയും പൂർണ്ണമായി തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.